ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ വ്രതാനുഷ്ഠാനങ്ങൾക്കിടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നിലവിൽ 24 മണിക്കൂറും വൈദ്യസഹായം ഉറപ്പാക്കിയുള്ള സന്നിധാനം സർക്കാർ ആശുപത്രി തീർത്ഥാടകരുടെ ആശ്വാസ കേന്ദ്രമായി മാറുകയാണ്. വെന്റിലേറ്റർ സൗകര്യം അടക്കമുള്ള അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനവും ആശുപത്രിയിൽ ലഭ്യമാണ്. ശബരിമല നട തുറന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ മലചവിട്ടിയെത്തിയ 7 തീർത്ഥാടകർക്കാണ് ഹൃദയാഘാതം മൂലം ജീവൻ നഷ്ടമായത്. ഇതിൽ ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകർ. ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഇവരിൽ പലരും മാലയിട്ട് വ്രതമനുഷ്ഠിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഒഴിവാക്കും. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും മരുന്നുകൾ കഴിക്കുന്നത് തുടരണമെന്നുമാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതർ സ്റ്റേറ്റിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ, ഷുഗറിൻ്റെ ആയിരുന്നാലും BP യുടെ ആയിരുന്നാലും ഹാർട്ടിൻ്റെ പ്രശ്നത്തിനുള്ള മരുന്നുകളായിരുന്നാലും പുണ്യമായിട്ടുള്ള ഈ സ്ഥലത്ത് സന്നിധാനത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ്റെ സമയത്ത് അവരതെല്ലാം മുടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ കഴിയുന്നതും മുടക്കാതെ അത് റെഗുലറായിട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. മലചവിട്ടി സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് സന്നിധാനം സർക്കാർ ആശുപത്രി ഏറെ ആശ്വാസകരവുമായി മാറുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഈ സർക്കാർ ആശുപത്രി. പെട്ടെന്നൊരു ജന്നി പോലെ വന്ന് അങ്ങനെ സന്നിധാനത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അന്നേരം പ്രഷർ കൂടിയതായിരുന്നു. അപ്പം നല്ല ചികിത്സ നല്ല എന്തിനായാലും കുഴപ്പമില്ല, ആൾ നല്ല ഹാപ്പിയായിട്ട് കിടക്കുന്നു. எல்லாமே நல்லா இருக்குது, எல்லாமே கொடுத்துருக்காங்க. டாக்டர்ஸும் நல்லா பார்க்குறாங்க. அது இல்லாமல் மெடிக்கல்லேயே உங்களுக்கு எல்லா மாத்திரையும் எல்லாமே கேட்குறத கொடுக்குறாங்க. വെന്റിലേറ്റർ, ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, എക്സ്റേ യൂണിറ്റ് തുടങ്ങിയവയുടെ പ്രവർത്തനവും സന്നിധാനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പാമ്പ് വിഷബാധയ്ക്ക് നൽകുന്ന ആന്റിവനവും ഇവിടെ ലഭ്യമാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും സേവനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. സന്നിധാനം ആശുപത്രിയിൽ സൗജന്യമായാണ് തീർത്ഥാടകർക്ക് മരുന്ന് വിതരണം. അത്യാഹിത ഘട്ടങ്ങളിൽ സന്നിധാനത്ത് നിന്ന് രോഗികളെ പമ്പയിലെത്തിക്കാൻ ആംബുലൻസ് സൗകര്യമുണ്ട്. പമ്പ, നിലയ്ക്കൽ, എരുമേലി തുടങ്ങിയ കേന്ദ്രങ്ങളിലും പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പ്രധാന ആശുപത്രികളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം.